ഈ ഹസ്കർ പൊതുവെ അദ്ദേഹം കുറച്ച് മര്യാദയോടുകൂടി സംസാരിക്കുന്ന ഒരു ഇടതുപക്ഷം എന്നല്ല, ഒരു പിണറായി പക്ഷ സഹയാത്രികനായിട്ട് ഞാൻ കാണുന്നത്. പക്ഷേ അദ്ദേഹം തുടക്കം തന്നെ ഉപമിച്ച ഉപമയെ വല്ലാതെ കൗതുകം ഉണ്ടാക്കുന്നതാണ്. കാരണം CPI പോലെ ഈ മന്ത്രിസഭയിലെ ഈ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയെ പൂച്ചയോട് ഉപമിച്ചപ്പോൾ പൂച്ചയ്ക്ക് പിണറായി വിജയൻ പൊന്നൊരുക്കുന്നിടത്ത് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. പൂച്ചയ്ക്ക് കാര്യമുണ്ടായാലും CPIക്ക് കാര്യമുണ്ടായാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതറിയണം. 10-ാം തീയതി പ്രധാനമന്ത്രിയെയും അമിത്ഷായും കണ്ട് 16-ാം തീയതി ധാരണാപത്രം തയ്യാറാക്കി ഒപ്പിട്ടതിന് ശേഷം 22-ാം തീയതിയിലത്തെ മന്ത്രിസഭാ യോഗത്തിൽ അത് മറച്ചു വെച്ച് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു, വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ട് എന്തിനാണ് ഈ ഒളിച്ചു കടത്തുന്നത്? NEP പദ്ധതിയെ എന്തുകൊണ്ടാണ് 3 വർഷക്കാലം CPM എതിർത്തത്? ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഒപ്പുവയ്ക്കാതിരുന്നത്? സംഘപരിവാർ താല്പര്യങ്ങൾ ഒളിച്ചു കടത്തുന്നു എന്നുള്ളതിന് പേരിലല്ലേ? എങ്കിൽ പിണറായി വിജയൻ ഇവിടെ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ ഒളിച്ചു കടത്തുന്നതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണിത്. സ്വന്തം മന്ത്രിസഭയിലെ 2ാം സ്ഥാനക്കാരനായിട്ടുള്ള റവന്യൂ മന്ത്രി രാജനെ ഉൾപ്പെടെ മറച്ചു പിടിച്ചിട്ട് CPI എന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ മറച്ചു പിടിച്ചിട്ട് എന്ത് നേട്ടമാണ് ഇവർ ആർജിക്കാൻ പോകുന്നത്? ഇത്രയും ദിവസം ഇവർ പറഞ്ഞ പണം ഇത്രയും 1500 കോടി രൂപയോളം കുടിശ്ശിക എന്ന് പറഞ്ഞു. ഏകദേശം 970 കോടി രൂപയുടെയാണ് കുടിശ്ശിക പറയുന്നത്. ആയിക്കോട്ടെ, എത്ര കോടിയായാലും പണത്തിന്റെ മുമ്പിൽ CPMന്റെ പ്രഖ്യാപിത നിലപാട് വില കഴിച്ചോ എന്നിവർ മറുപടി പറയണം. ഇവിടെയുള്ള ഒരു പ്രശ്നം, ഇത് നല്ലതാണെങ്കിൽ എന്തുകൊണ്ടാണ് 3 വർഷക്കാലം ഒപ്പിടാതിരുന്നത്? എങ്കിൽ ഒപ്പിട്ട സമയത്ത് എന്തുകൊണ്ട് ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്തില്ല? മുന്നണിയിൽ ചർച്ച ചെയ്തില്ല, മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഇത് ഇടത് ജനാധിപത്യ മുന്നണിയല്ല. ഇത് ഇടതുപക്ഷവുമല്ല, ഡെമോക്രാറ്റിക്കുമല്ല, ജനാധിപത്യവുമല്ല. ജനാധിപത്യ സംസ്കാരം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്തിരുന്നേനെ. ഇനി ഇടതുപക്ഷമാണെങ്കിൽ സംഘപരിവാർ താല്പര്യങ്ങളെ ഇതുപോലെ എടുത്ത് പുലുകില്ലായിരുന്നു. അപ്പം ഇത് ഇടതുമല്ല, ജനാധിപത്യപരവുമല്ല. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ PM ഉഷ പദ്ധതി നടപ്പാക്കിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്നാണ് ഹസ്കർ പറയുന്നത്. ഹസ്കറെ, ഇത് വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് CPMന്റെ മന്ത്രിമാരും പറയുമ്പോഴാണ് കേരളത്തിലെ സമൂഹം അറിയുന്നത്. അതുവരെ നിങ്ങൾ ഏതൊക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കിയെന്ന് ആർക്കും അറിയില്ല. ഈ കഴിഞ്ഞ 17-ാം തീയതി ഒരു പ്രത്യേക സാഹചര്യമാണ്. അജിംസെ, നമ്മൾ ശ്രദ്ധിക്കണം. കൊച്ചിയിലെ ഒരു സ്കൂളിലെ യൂണിഫോമുമായി ബന്ധപ്പെട്ട്, ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറിനിടയിൽ 4 പ്രാവശ്യം നിലപാട് മാറ്റിയ വിദ്യാഭ്യാസ മന്ത്രി അന്ന് ആ കുട്ടിക്ക് ഹിജാബ് ധരിക്കാനുള്ള പൗരാവകാശത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശത്തിന് വേണ്ടിയിട്ട് വല്ലാത്ത പോരാട്ടം നടത്തുന്ന ആത്മാർത്ഥത കളി കളിച്ചു. അതിൻ്റെ തലേ ദിവസമാണ് ഈ ധാരണാപത്രം ഒപ്പിട്ടത്. തലേ ദിവസം സംഘപരിവാറിന്റെ അജണ്ട ഒളിച്ചു കടത്തുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം തയ്യാറാക്കി ഒപ്പിട്ടതിന് ശേഷം പിറ്റേ ദിവസം സംഘപരിവാർ നയങ്ങൾക്കെതിരായിട്ടുള്ള ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിയ ഈ ശിവൻകുട്ടിയെ വല്ലാതെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വാഴ്ത്തി. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ നയപരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, പിണറായി വിജയന്റെ തീരുമാനങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ശിവൻകുട്ടിക്ക് ശ്വാസമെടുക്കാൻ പോലും പറ്റില്ല. ആ സാഹചര്യത്തിൽ ശിവൻകുട്ടിയെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ പോർമുഖമായിട്ട് നമ്മൾ കാണുന്നതിൽ ഒരു അർത്ഥമില്ല. വ്യാജമായ മുഖംമൂടി ഇട്ടിട്ട് വ്യാജമായ ഈ തത്വശാസ്ത്രത്തിന്റെ ബലത്തിലെ ഇവർ ഇത്രയും കാലം ഈ നമ്മളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്നത്. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു, ജനങ്ങളോടുള്ള വിശ്വാസ്യതയാണ്. ഇത് മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും മന്ത്രിമാരും ഈ രാജ്യത്തെ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിനിധികളല്ലേ? അവരോട് മറച്ചു വെച്ചിട്ട് എന്ത് രഹസ്യ അജണ്ടയാണ് ഇവർക്ക് നടപ്പാക്കാനുള്ളത്? 900 കോടിയോ 1000 കോടിയോ എത്ര കോടിയെങ്കിലും ആവട്ടെ, ഈ കോടികൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ മുമ്പിൽ മുട്ടിലഴയുന്നെങ്കിൽ ഇവരെല്ലാ കാലത്തും ഇടം വലം ചേർത്ത് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഭരണമാണല്ലോ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ. ആഗോള അയ്യപ്പ സംഗമത്തിന് ഉദ്ഘാടനത്തിന് പോലും സ്റ്റാലിനെയല്ലേ അവർ ക്ഷണിച്ചത്? ആ സ്റ്റാലിൻ കോടതി പോയി പോരാട്ട വഴികളിൽ, നിയമത്തിന്റെ നീതിയുടെ വഴികളിൽ പോരാട്ടം നടത്തുമ്പോൾ സൗകര്യം പോലെ സ്റ്റാലിനെ പുൽകുകയും അല്ലാത്ത സമയത്ത് നരേന്ദ്രമോദിയെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ആ നടപടി വേണ്ട. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഹസ്കറിനെ പോലുള്ള ഒരു ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടും. മുഹമ്മദ് റിയാസിന്റെ 3 വർഷം മുമ്പുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ പിന്നോട്ട് പോയിട്ടുണ്ടോ? ഇന്ന് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഹെഡ്കേവാറിനെ സവർക്കറിനെ ഒക്കെ പഠിപ്പിക്കും എന്ന്. അതിന്റെ അർത്ഥം എന്താ? PM ശ്രീ പദ്ധതി ഭാഗികമായിട്ട് നടപ്പാക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ചരിത്രത്തെ വളച്ചൊടിച്ച്, ചരിത്രം വക്രീകരിച്ച്, പുതിയ ചരിത്രം നിർമ്മിച്ച്, ചില ചരിത്ര വസ്തുതകളെ തമസ്കരിച്ച്, ഗാന്ധി നെഹ്റു ഇറയെ തമസ്കരിച്ച്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ തമസ്കരിച്ച്, അങ്ങനെ എല്ലാ രീതിയിലും വർഗീയ ധ്രുവീകരണ അജണ്ട നടപ്പാക്കാൻ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നടത്തുന്ന ഈ സംഘപരിവാർ വൽക്കരണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ പോർമുനയിൽ ഇനി നമ്മൾ പിണറായി ഇനി വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് നോക്കൂ, വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ